ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ് മെത്തേഡിലത്തെ നെക്സ്റ്റ് ഒരു അൽഗോരിതമാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് മീൻസ് ഓർഡറിങ് പോയിൻറ്റ്സ് ടു ഐഡൻറ്റിഫൈ ദ ക്ലസ്റ്ററിങ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഡി ബി സ്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡി ബി സ്കാനിലെ 2 ഇൻപുട്ട് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എപ്സിലോൺ, ദാറ്റ് ഈസ് ദ മാക്സിമം റേഡിയസ് ഓഫ് എ നൈബർഹുഡ്, ആൻഡ് മിനിമം പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് റിക്വയർഡ് ഇൻ ദ നൈബർഹുഡ് ഓഫ് എ കോർ ഒബ്ജക്റ്റ്. അപ്പോൾ അത് രണ്ടുമായിരുന്നു നമ്മുടെ ഡി ബി സ്കാനിൻ്റെ ഇൻപുട്ട് പാരാമീറ്റേഴ്സ്. സോ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ക്ലസ്റ്റേഴ്സ് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് ഇൻപുട്ട് നമ്മൾ യൂസറാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് നമുക്ക് കിട്ടുന്ന ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ക്വാളിറ്റിയുള്ള ക്ലസ്റ്റേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ അതാണ് ഡി ബി സ്കാനിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓൾസോ ഇറ്റ് ഈസ് മോണോട്ടോണിക് വിത്ത് റെസ്പെക്ട് ടു ദ നൈബർഹുഡ് ത്രെഷോൾഡ്. ദാറ്റ് ഈസ് ഇപ്പോൾ രണ്ട് റേഡിയസ് ഉണ്ടെന്ന് വിചാരിക്കുക, എപ്സിലോൺ 1ഉം എപ്സിലോൺ 2, ആൻഡ് എപ്സിലോൺ 1 ഈസ് ലെസ് ദാൻ എപ്സിലോൺ 2. ഓക്കെ, ദെൻ ഫിക്സ്ഡ് മിനിമം പോയിൻറ്റ്, രണ്ടിനും മിനിമം പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് വിചാരിക്കാം. സോ എ ക്ലസ്റ്റർ സി വിത്ത് റെസ്പെക്ട് ടു എപ്സിലോൺ 1, എപ്സിലോൺ 1ന് മിനിമം പോയിൻറ്റ്സിനെ വെച്ചൊരു ക്ലസ്റ്റർ നമ്മളെടുത്തു. ദെൻ എപ്സിലോൺ 2വിനെയും മിനിമം പോയിൻറ്റ്സിനെ വെച്ചിട്ട് വേറൊരു ക്ലസ്റ്റർ എടുത്തു, ആസ് ഇൻ ഡി ബി സ്കാൻ. അപ്പോൾ നമുക്കിവിടെ അവിടെ പറയാൻ പറ്റും ക്ലസ്റ്റർ C1 ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലസ്റ്റർ C2 എന്ന് പറയാൻ പറ്റും. കാരണം എപ്സിലോൺ 1 ഈസ് ലെസ് ദാൻ എപ്സിലോൺ 2 ആണ്, ദാറ്റ് ഈസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് മിനിമം പോയിൻറ്റ്സ്. സോ അതിനെയാണ് മോണോട്ടോണിക് എന്ന് പറയുന്നത്. So if two objects are in a density based cluster, they must also be in a cluster with a lower density requirement. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്ലസ്റ്റർ C1ൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവാണ്, ക്ലസ്റ്റർ C2ൻ്റെ ഡെൻസിറ്റി അതിനേക്കാളും കൂടുതലാണ്. സോ ക്ലസ്റ്റർ C2യിലുള്ള എല്ലാ ഒബ്ജക്റ്റും ക്ലസ്റ്റർ C1ലുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ്, ഡി ബി സ്കാനിൻ്റെ ഡിഫിക്കൽട്ടീസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റിക്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഒപ്റ്റിക്സ് ശരിക്കും പറഞ്ഞൊരു ക്ലസ്റ്റേഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അതിന് പകരം അതൊരു ക്ലസ്റ്റർ ഓർഡറാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലസ്റ്ററിങ് ആക്ച്വലി അവിടെ ക്ലസ്റ്റേഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒപ്റ്റിക്സിൽ ഒരു ക്ലസ്റ്റർ ഓർഡറാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് പ്രൊഡ്യൂസസ് എ ലീനിയർ ലിസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് അണ്ടർ അനാലിസിസ് ആൻഡ് റെപ്രസെൻറ്റ്സ് ദ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ് സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റ. അപ്പോൾ നമുക്ക് പറഞ്ഞു ഒപ്റ്റിക്സ് ഒരു ക്ലസ്റ്റേഴ്സ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് ഫോർ ക്ലസ്റ്ററിങ് സച്ച് ദാറ്റ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്. ആ ഒരു ഫുൾ ഡാറ്റയുടെ ഒരു ഡെൻസിറ്റി ബേസ്ഡ് ഓർഡറിങ് ആണ് നമുക്കവിടെ കിട്ടുക. സോ ഒബ്ജക്ട്സ് ഇൻ എ ഡെൻസർ ക്ലസ്റ്റർ ആർ ലിസ്റ്റഡ് ക്ലോസർ ടു ഈച്ച് അതർ ഇൻ ദ ക്ലസ്റ്റർ ഓർഡറിങ്. ഓക്കെ, അതായത് ഡെൻസായിട്ടുള്ള ക്ലസ്റ്റേഴ്സിലുള്ള അതായത് ഡെൻസർ ക്ലസ്റ്റേഴ്സിന് ഒരു ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഒബ്ജക്ട്സും ക്ലോസസ്റ്റ് ആയിട്ടാണ് ലിസ്റ്റിലുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ അങ്ങനെയുള്ള ഒരു ലിസ്റ്റാണ് ഒപ്റ്റിക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു ലിസ്റ്റാണ്. സോ നമ്മൾ ഒപ്റ്റിക്സിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെഷേഴ്സ് എടുക്കുന്നുണ്ട്. സോ ആ 2 മെഷേഴ്സിന് നമ്മൾ പറയുന്നത് 2 കൺസെപ്റ്റ്സ് ഉണ്ട്. 2 കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് വൺ ഈസ് കോർ ഡിസ്റ്റൻസും രണ്ടാമത്തെ റീച്ചബിലിറ്റി ഡിസ്റ്റൻസാണ്. സോ ദ കോർ ഒബ്ജക്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് P is the smallest value epsilon dash such that the epsilon dash neighborhood of P has at least minimum points objects. That is, epsilon dash is the minimum distance threshold that makes P as a core object. Again, അതിനെയാണ് കോർ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് P എന്ന് പറയുന്നത്. അപ്പോൾ P എന്തായാലും അവിടെ എന്തായിരിക്കണം, ഒരു P is a core object, അതിൻ്റെ കോർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിയുടെ ഏറ്റവും സ്മോളസ്റ്റ് റേഡിയസ് മിനിമം പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന പിയുടെ ഏറ്റവും സ്മോളസ്റ്റ് റേഡിയസ്, അതിനെയാണ് എന്ത് പറയാം, കോർ ഡിസ്റ്റൻസ് ഓഫ് പി എന്ന് പറയാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ടു ആൻ ഒബ്ജക്റ്റ് പി ഫ്രം ക്യൂ ഈസ് ദ മിനിമം റേഡിയസ് വാല്യൂ ദാറ്റ് മേക്സ് പി ഡെൻസിറ്റി റീച്ചബിൾ ഫ്രം ക്യൂ. അപ്പോൾ ഡെൻസിറ്റി റീച്ചബിൾ ഫ്രം ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് അതിൽ നിന്നറിയാം ക്യൂ അവിടെ എന്തായിരിക്കണം, ക്യൂ മസ്റ്റ് ബി എ കോർ ഒബ്ജക്റ്റ് ആയിരിക്കണം.
സോ ക്യൂ അവിടെ കോർ ഒബ്ജക്റ്റ് ആയിരിക്കണം ആൻഡ് പി മസ്റ്റ് ബി ഇൻ ദ നൈബർഹുഡ് ഓഫ് ക്യൂ. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി റീച്ചബിൾ ആവാനുള്ള കണ്ടീഷനാണ് ഈ പറഞ്ഞത്. ഓക്കെ, ക്യൂ ഈസ് എ കോർ ഒബ്ജക്റ്റ് ആൻഡ് പി ഈസ് ഇൻ ദ നൈബർഹുഡ് ഓഫ് ക്യൂ. സോ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇറ്റ് ഈസ് മാക്സിമം ഓഫ് കോർ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് പി ആൻഡ് ക്യൂ. ഇതിലേതെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഏതാണോ മാക്സിമം ആ ഡിസ്റ്റൻസിനെയാണ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് പി ഫ്രം ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, if Q is not a core object with respect to epsilon and minimum points, the reachability distance to P from Q is undefined. ഇപ്പോൾ Q ഒരു കോർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. ഓക്കെ, ഓൾസോ ആൻ ഒബ്ജക്റ്റ് പി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോർ ഒബ്ജക്റ്റിൽ നിന്ന് ഡെൻസിറ്റി റീച്ചബിൾ ആവാം. സോ ഒരു ഒബ്ജക്റ്റിന് മൾട്ടിപ്പിൾ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുക സ്മോളസ്റ്റ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ആണ് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്മോളസ്റ്റ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഫ്രം എനി കോർ ഒബ്ജക്റ്റ്. അതാണ് നമ്മളെപ്പോഴും ഒപ്റ്റിക്സിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മെയിൻ കൺസെപ്റ്റാണുള്ളത്, കോർ ഡിസ്റ്റൻസും റീച്ചബിലിറ്റി ഡിസ്റ്റൻസും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോർ ഡിസ്റ്റൻസിനെ കാണിക്കുന്ന എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ പി എന്ന് പറയുന്നത് ഒരു കോർ ഒബ്ജക്റ്റ്, മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് സപ്പോസ് എപ്സിലോൺ ഈക്വൽ ടു 6 മില്ലിമീറ്റർ ആൻഡ് മിനിമം പോയിൻറ്റ്സ് ഈക്വൽ ടു 5 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് എപ്സിലോൺ 6 മില്ലിമീറ്റർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ പി എന്ന് പറയുന്നത് കോർ ഒബ്ജക്റ്റ് ആണ്, കാരണം മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് 5 ആണ്. അത് ഇവിടെ ഉണ്ട്. 6 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ മിനിമം 5 പോയിൻറ്റ്സ് എങ്കിലും ഉണ്ട്. സോ പി ഈസ് എ കോർ ഒബ്ജക്റ്റ്. ഇനി നമ്മൾ കോർ ഡിസ്റ്റൻസ് ഓഫ് പി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പിയുടെ അറൗണ്ട്, അതായത് പിയുടെ നൈബർഹുഡിലെ 5 പോയിൻറ്റ്സ് മിനിമം വരുന്നത് ഏത് ഡിസ്റ്റൻസിലാണ് നോക്കുക. അപ്പോൾ ഇവിടെ എപ്സിലോൺ ഡാഷ് ഈക്വൽ ടു 3 മില്ലിമീറ്റർ നൈബർഹുഡിലെ ആ ഒരു സർക്കിളിൽ നമുക്ക് 5 പോയിൻറ്റ്സ്, അവിടെ മിനിമം 5 പോയിൻറ്റ്സ് ഉണ്ട്. സോ അതിൻ്റെ കോർ ഡിസ്റ്റൻസ് എത്ര വരും, ഇറ്റ് ഈസ് 3 മില്ലിമീറ്റർ. അതാണ് കോർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഫ്രം നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് എക്സാമ്പിളിൽ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഓഫ് പി. ഈ ഒരു സെയിം എക്സാമ്പിൾ അതിൽ 2 പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തു, Q1 ആൻഡ് Q2. അപ്പോൾ ഇതിൽ നമുക്ക് പി എന്ന് പറയുന്നത് കോർ ഒബ്ജക്റ്റാണ് കിട്ടിയിട്ടുണ്ട്. സോ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് Q1 ഫ്രം പിയും റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് Q2 ഫ്രം പിയും ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ പറഞ്ഞു റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഈസ് മാക്സിമം ഓഫ് കോർ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് പി കോമ ക്യൂ. അപ്പോൾ Q1നെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കുമ്പോൾ Q1 എന്ന് പറയുന്ന ആ പോയിൻറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ പിയും Q1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ കൂടുതൽ, അതോ പിയുടെ കോർ ഡിസ്റ്റൻസ് ആയ എപ്സിലോൺ ഡാഷാണ് അതിൻ്റെ കോർ ഡിസ്റ്റൻസ്, അതാണോ മാക്സിമം, പിയും Q1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ മാക്സിമം, അത് വെച്ച് നോക്കുമ്പോൾ അറിയാം എപ്സിലോൺ ഡാഷാണ് മാക്സിമം. സോ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഓഫ് പി കോമ Q1 എന്ന് പറയുന്നത് അവിടെ എപ്സിലോൺ ഡാഷാണ്. എപ്സിലോൺ ഡാഷ് നമുക്കിവിടെ അറിയാം 3 മില്ലിമീറ്റർ. ഇനി Q2നെ കൺസിഡർ ചെയ്യാം. Q2നെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ പിയുടെ കോർ ഡിസ്റ്റൻസ് ആയ എപ്സിലോൺ ഡാഷ് ആണോ മാക്സിമം, പിയും Q1ഉം തമ്മിലുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണോ മാക്സിമം. സോ നമുക്കറിയാം മാക്സിമം എന്ന് പറയുന്നത് അവിടെ പിയും Q1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ അവിടുത്തെ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് എന്തായിട്ട് പറയുന്നു, ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് Q2. അപ്പോൾ അങ്ങനെയാണ് കോർ ഡിസ്റ്റൻസും റീച്ചബിലിറ്റി ഡിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിക്കാം. സോ അടുത്തതായിട്ട് ഒപ്റ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഒപ്റ്റിക്സിൽ നമ്മളെപ്പോഴും ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നതാണ് ഓർഡർ സീഡ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഒബ്ജക്ട്സ് ഇൻ ഓർഡർ സീഡ്സ് സോർട്ട് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ഓർഡർ സീഡ് എന്ന് പറയുന്നത് സോർട്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റാണ്. സോർട്ട് ചെയ്യുന്നതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ ഏതെങ്കിലും എല്ലാ ഒബ്ജക്റ്റിൻ്റെയും സ്മോളസ്റ്റ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒബ്ജക്ട്സിനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലിസ്റ്റിനെയാണ് എന്ത് പറയുക, ഓർഡർ സീഡ്സ് എന്ന് പറയുന്നത്. സോ ഓർഡർ സീഡ്സിൽ നിന്നാണ് നമ്മൾ ഇൻപുട്ട് എപ്പോഴും എടുക്കുക.
So optics begins with an arbitrary object from the input database as the current object P. നമ്മളൊരു പി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ആർബിട്രറി അവിടെ സെലക്ട് ചെയ്യും. എന്നിട്ട് പിയുടെ എപ്സിലോൺ നൈബർഹുഡിലത്തെ ഒബ്ജക്ട്സിനൊക്കെ നമ്മൾ റിട്രീവ് ചെയ്യും. ആൻഡ് പിയുടെ കോ ഡിസ്റ്റൻസ് അവിടെ കണ്ടുപിടിക്കും. ആൻഡ് സെറ്റ് ദ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ടു അൺഡിഫൈൻ. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്സിൽ എപ്പോഴും നമുക്ക് എപ്സിലോൺ വാല്യൂ തരില്ല, പക്ഷെ മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് തരും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം? കോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം പിയുടെ. ദെൻ പിയുടെ എപ്സിലോൺ നൈബർഹുഡ് കണ്ടുപിടിക്കാം. ആൻഡ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് അതിൻ്റെ നമ്മൾ എന്താക്കിയിട്ട് വെക്കും? അൺഡിഫൈൻഡ് ആയിട്ട് വെക്കും. ദെൻ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യും പി ഒരു കോർ ഒബ്ജക്റ്റ് ആയിരുന്നോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പി കോർ ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, പി കോർ ഒബ്ജക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ നമ്മൾ അടുത്ത ഒബ്ജക്റ്റിലേക്ക് പോവും. ഓർഡർ സീഡ് ലിസ്റ്റിലത്തെ അടുത്ത ഒബ്ജക്റ്റിലേക്ക് പോവും. ഇഫ് ഓർഡർ സീഡ് എന്ന് പറയുന്നത് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിലേക്ക് പോവും? ഇൻപുട്ട് ലിസ്റ്റിലേക്ക് പോവും. ഓക്കെ, ഇഫ് പി കോർ ഒബ്ജക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദെൻ നമ്മൾ നേരത്തെ പിയുടെ നൈബർഹുഡ് റിട്രീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഓരോ നൈബർഹുഡ് എലമെൻറ്റ്സ് ക്യൂ, നമ്മൾ എലമെൻറ്റ്സിനെ നൈബർഹുഡിലത്തെ ഓരോ എലമെൻറ്റ്സിനെ ഇവിടെ ക്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ ഓരോ നൈബർഹുഡ് എലമെൻറ്റ്സ് ക്യൂവിനെ എടുത്തിട്ട് ഒപ്റ്റിക്സ് അതിൻ്റെ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഫ്രം പി ആൻഡ് അപ്ഡേറ്റ്സ് ഇസ് റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ഫ്രം പി. അതായത് ക്യൂവിൻ്റെ നമ്മൾ ക്യൂ എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ആയിരുന്നു. സോ ക്യൂവിൻ്റെ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്റ്റ് വേറെ ഏതെങ്കിലും കോർ ഒബ്ജക്റ്റ് ആയിട്ടാവും നമ്മളിപ്പോൾ ഓർഡർ സീഡിൽ വെച്ചിട്ടുണ്ടാവുക. കാരണം മിനിമം റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഓർഡർ സീഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റീച്ചബിലിറ്റി ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്റ്റ് ടു പി അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ക്യൂവിനെ ഓർഡർ സീഡിലേക്ക് തന്നെ വീണ്ടും വയ്ക്കും. ഇഫ് ക്യൂ ഹാസ് നോട്ട് യെറ്റ് ബീൻ പ്രോസസ്ഡ്, ക്യൂവിനെ നമ്മൾ മുന്നേ ആർബിട്രറി ആയിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഓർഡർ സീഡിലേക്ക് വയ്ക്കും. ദെൻ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് പോവും അൺടിൽ ഇൻപുട്ട് ഫുള്ളി കൺസ്യൂം ചെയ്യുന്നത് വരെയോ അല്ലെങ്കിൽ ഓർഡർ സീഡ് എന്ന് പറയുന്ന ലിസ്റ്റ് എംപ്റ്റി ആകുന്നത് വരെയോ ഈ ഒരു പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്തു പോകും. അങ്ങനെയാണ് ഒപ്റ്റിക്സ് അവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ.